ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ്. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഞാനിതിൽ കൂടുതലും ക്യാരറ്റ്, ബീൻസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ക്യാരറ്റ്, അതേപോലെ തന്നെ കുറച്ച് ബീൻസ്, പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ. സാധാരണ പുലാവിൽ സ്പ്രിംഗ് ഒനിയൻ ഇടാറില്ല, പക്ഷേ ഞാനിടും, വളരെ ടേസ്റ്റാണ് അത് ഇട്ടാൽ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റൈസാണ്. ഞാനിവിടെ ഒരു 3/4 ബൗള് കൈമ റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ചൊരു 3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ അതിലിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. അത് രണ്ടും കൂടെ 1 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി. പിന്നെ ഒരു പച്ചമുളക്, എരിവിന് വേണ്ടി ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. അതിനൊരു പച്ചമണമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറുന്നോളം വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനൊരു പകുതി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള ഒന്ന് ചെറുതായി വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 ബീൻസ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ കിഴങ്ങോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3/4 ബൗൾ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 1.5 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം നമുക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ചെറുത് മതി, ഒരുപാട് വലുത് വേണ്ട. പിന്നെ 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു 6 മണി കുരുമുളക്, പിന്നെ ഒരു പിഞ്ച് പെരിഞ്ചീരകം. ഇത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളം നന്നായി തിളയ്ക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങ എൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. അരി ഒന്ന് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങേൻ്റെ ഒരു പകുതി ഭാഗം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഞാൻ കൂടുതലായിട്ട് ബിരിയാണി വെക്കാനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും പിന്നെ പുലാവിനൊക്കെ ഞാൻ ചെറിയ അരിയാണ് ഉപയോഗിക്കുക. അതായത് കൈമ അരിയാണ് ഉപയോഗിക്കാറ്. ബസ്മതി റൈസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുലാവൊക്കെ അതിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അരി കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പം ഇത് സിമ്മിലാക്കി കൊടുക്കണം. അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ഈ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട്
ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഇനി ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും ഗ്രേപ്സും നമുക്ക് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഇനി നമ്മുടെ റൈസ് വെന്തോന്നൊന്ന് നമുക്ക് നോക്കാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് റൈസ്. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കല്ല വലിയവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് പുലാവ് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വിഭവവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.